ഒടുവിൽ ഇറാൻ ഭരണകൂടം ഒരു സത്യം തിരിച്ചറിഞ്ഞു. ഹിജാബ് വിരോധം പ്രതിഷേധമല്ല, അതൊരു രോഗാവസ്ഥയാണെന്ന്. രോഗം വന്നവരെ ചികിത്സിക്കാനായി ഹിജാബ് റിമൂവൽ ട്രീറ്റ്മെന്റ് ക്ലിനിക് എന്ന പേരിൽ ആതുരാലയം തുടങ്ങുകയാണ് അധികൃതർ. ക്ലിനിക്കിനെതിരെ ശക്തമായ പ്രതിഷേധവും ഇറാനിൽ ഉയരുന്നു. ഇറാനിലെ നിയമങ്ങളോ ഇസ്ലാമിക നിയമങ്ങളോ ഇത്തരമൊരു ക്ലിനിക്ക് സ്ഥാപിക്കാൻ ഭരണകൂടത്തെ അനുവദിക്കുന്നില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ. ചികിത്സയുടെ പേരിൽ തുടങ്ങുന്ന ക്ലിനിക്കുകളെ ജയിലുകളാക്കാനാണ് ഭരണകൂട ശ്രമമെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ. ടെഹ്റാനിലെ കസ്ര ആശുപത്രിയിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട കുർദ് വംശ മഹ്സ അമീനിയുടെ വിയോഗത്തിന് 2 വർഷം പൂർത്തിയാകുമ്പോഴും ഇറാനിൽ സ്ത്രീകളുടെ വസ്ത്രധാരണം എങ്ങനെ ശരിയാക്കാമെന്നാണ് ഭരണകൂടത്തിന്റെ ശ്രദ്ധ. മഹ്സ അമീനിയുടെ മരണത്തോടെ ശിരോവസ്ത്രത്തിൽ കത്തിയ കലാപവും പ്രക്ഷോഭങ്ങളും ലോകമെങ്ങും പടർന്നിരുന്നു. മഹ്സയുടെ ചരമവാർഷികത്തിൽ ഭരണകൂടത്തോട് കലഹിച്ച് ടെഹ്റാനിലെ ഇസ്ലാമിക് ആസാദ് സർവകലാശാലയിൽ അഹു ദുര്യോയ് എന്ന വിദ്യാർത്ഥിനി ആൾക്കൂട്ടത്തിനു നടുവിൽ ഉൾവസ്ത്രം മാത്രം ധരിച്ച് ഒറ്റയാൾ പോരാട്ടം നടത്തിയതും ലോകമെങ്ങും വാർത്തയായി. ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ച് സദാചാര പോലീസ് സർവകലാശാലയ്ക്കുള്ളിൽ വെച്ച് അവളുടെ വസ്ത്രങ്ങൾ വലിച്ചുകീറിയതിനെ വെല്ലുവിളിച്ചാണ് അഹു ദുര്യോവിനെ അല്പവസ്ത്രം ധരിച്ച് ആൺവെട്ടത്തിറങ്ങാൻ പ്രേരിപ്പിച്ചത്. തനിക്കേറ്റ അപമാനത്തെ വസ്ത്രം കൊണ്ട് പ്രതികാരം തീർത്ത അഹു ഇപ്പോൾ മാനസിക ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർക്ക് കിട്ടിയ വിവരം. അഹു ദുര്യോയ് പൊതുയിടത്ത് ഉൾവസ്ത്രം മാത്രം ധരിച്ചെത്തിയതിനു കാരണം മാനസിക വിഭ്രാന്തിയാണെന്ന് ഭരണകൂടം വിധിയെഴുതി. അവളുടെ മാതാപിതാക്കൾക്ക് അതേ ന്യായീകരണമല്ലാതെ മറ്റൊന്നും പറയാനാകുന്നില്ല. 25-കാരിയായ റോഷാനക് അലീഷായുടെ വസ്ത്രധാരണം ശരിയല്ലെന്ന് പറഞ്ഞ് ശല്യം ചെയ്തയാളെ നേരിട്ടതിന്റെ പേരിൽ അടുത്തിടെ അവളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ പിന്നീട് ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ശിരോവസ്ത്രത്തിന് പുറത്തേക്ക് നീളുന്ന ഒരു മുടിയിഴ പോലും ഇറാനിൽ പ്രതിഷേധത്തിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ഹിജാബ് ധരിക്കാത്തത് ഒരു രോഗാവസ്ഥയാണെന്നും അതിന് ചികിത്സ വേണമെന്ന ആവശ്യവുമായി അധികൃതർ രംഗത്തെത്തിയത്. ശിരോവസ്ത്രം ധരിക്കാത്തവരുടെ അസുഖം ശാസ്ത്രീയമായി ചികിത്സിച്ച് ഭേദമാക്കാനാണ് ക്ലിനിക്കുകൾ തുറക്കാനൊരുങ്ങുന്നത്. ഹിജാബ് റിമൂവൽ ട്രീറ്റ്മെന്റ് ക്ലിനിക് എന്ന പേരിലാണ് ചികിത്സാലയം തുറക്കുന്നതെന്ന് ഇറാന്റെ വനിതാ കുടുംബ വകുപ്പ് മേധാവി മെഹ്റി തലേബി ദെരസ്ഖാനി അറിയിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദുരാചാരങ്ങൾ തടയാനായി സദുദ്ദേശപരമായാണ് തീരുമാനമെന്നാണ് പ്രഖ്യാപനം. ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ നേരിട്ടുള്ള അധികാരപരിധിയിൽ വരുന്നതാണ് വനിതാ കുടുംബ വകുപ്പ്. ഹിജാബ് ധരിക്കാൻ ഇഷ്ടപ്പെടാത്ത സ്ത്രീകളെ കളങ്കിതരെന്ന് മുദ്രകുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും എതിർക്കപ്പെടേണ്ട തീരുമാനമാണിതെന്നും ഇറാനിലും ആഗോളതലത്തിലുമുള്ള വനിതാ അവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരമൊരു ക്ലിനിക്ക് സ്ഥാപിക്കാൻ ഭരണഘടനയോ മതനിയമങ്ങളോ പറയുന്നില്ലെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകരുടെ വാദം. ചികിത്സാ കേന്ദ്രം എന്നതിലുപരി തടവ് കേന്ദ്രമായാകും ഇത്തരം ക്ലിനിക്കുകൾ പ്രവർത്തിക്കാൻ പോകുന്നതെന്ന ആശങ്കയും അവർ പങ്കുവയ്ക്കുന്നു. ഹിജാബ് നിയമം കർശനമാക്കുന്നതിന്റെ മറ്റൊരു രൂപമാണ് ക്ലിനിക്ക് രൂപത്തിലൊരുങ്ങുന്നതെന്ന വിമർശനവും ശക്തമാണ്. ക്ലിനിക്കിന്റെ പേരിൽ പ്രവർത്തിക്കുന്നത് ജയിലായിരിക്കുമെന്നും വിമർശകർ പറയുന്നു. ആംനസ്റ്റി ഇന്റർനാഷണൽ അടക്കമുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഇറാനിലെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചികിത്സകളിൽ സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഹിജാബ് പ്രതിഷേധത്തിന്റെ പേരിൽ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലാക്കുന്നവരെ പീഡിപ്പിക്കുന്നതും മരുന്ന് മാറി നൽകുന്നതും പതിവാണെന്നും മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. ഹിജാബ് നിയമത്തിൽ ഇളവുകൾ കൊണ്ടുവരുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനവുമായി പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അധികാരമേറ്റ് 4 മാസം കഴിയുമ്പോഴാണ് വിവാദ തീരുമാനം വരുന്നത്.